എന്റെ ഒളിയോ വൃത്തികേട്. എന്റെ ഒളിയോ പൊളിയടാ പൊളി. അളിയെ സമ്മതിച്ച് നിന്റെ കോൺഫിഡൻസ് ഞാൻ സമ്മതിച്ച്. ഇപ്പൊ മനസ്സിലായില്ലേ എനിക്ക് അല്പം തൊലിക്കട്ടി കൂടുതലാണ്, നാണവും മാനവും ഇത്തിരി കുറവാണെന്ന്. അവൻ തോന്നിയതാണല്ലേ, പക്ഷെ ശരണ്യക്ക് പാവം തോന്നിയില്ലടാ. ഒന്നല്ലേ ഉള്ളൂ. അളിയ നീ ശ്രദ്ധിച്ചു കിടന്നോ, ഏതെങ്കിലും മൂലയിൽ കുരിഞ്ഞു നിന്ന് താഴെ പോയാ നീ ഒന്നും കുരിഞ്ഞു താഴെ എടുക്കരുത്. ഇട്ടിപ്പെട്ട് സാധനം വളഞ്ഞത് തന്നെ. നീ ഇത്രല്ലേ കണ്ടോളൂ, അങ്ങോട്ട് നോക്കിയേ. ഉണ്ണിയമ്മേ കുമ്പടി വന്നു. എടി ഷാർക്ക് ഡബിളാ ഡബിള്. അവിടെയും കണ്ടു ഇവിടെയും കണ്ടു. ആരെ? ഉടുമ്പി കുമ്പിടി. നിനക്ക് ഇതൊക്കെ മേടിക്കുന്ന സമയത്ത് ഒരു ഷഡ്ഡി കൂടി മേടിച്ചിട്ടൂടെ? അതൊക്കെ ആര് കാണാനാ? പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായില്ല, ഒരു മിന്നായം പോലെ കണ്ടു കാണും അല്ലേ? എങ്ങനെയുണ്ട് പക്ഷേ? ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. എന്തോ പിടയ്ക്കുന്നുണ്ടല്ലോ. പിടയ്ക്കുന്ന മത്തിയോ? പിടയ്ക്കുന്ന മീനോ? പോലീസ് അന്വേഷിക്കട്ടെ. അതെന്താ ഈ നാട്ടിൽ ക്രമസമാധാനമില്ലാതായോ? അനിയനിൽ ചരക്കിന്റെ കൂടെ നിൽക്കും. ചേച്ചി വേറെ മൂടില്ല. സെയിന്റ് ആണാണ്. നിന്റെ ബോഡി കാണിക്കാം. എന്ത് നല്ല മസിൽസാ ഇത്. ചെറുപ്പം മുതൽ ഉരുട്ടി കയറ്റിയതാ. ഹലോ, ഹൗസ് ദ കോസ്റ്റ്യൂം? ഗുഡ്, താങ്ക് യു. ഞാൻ തിരിച്ചു പോയനെ. ഇവിടെ ഭയങ്കര പൊന്നീറ്റർ ശല്യം. ഞാൻ പോട്ടെ. മൃദുലാംഗിത ചലനം